പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് സിസ് കളർ പ്രിന്ററായ എപ്സൺ L18050 എന്ന പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് തന്നെ എനേബിൾ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ ഈ ന്യൂ മോഡൽ പ്രിന്റർ ഒരു വൈഫൈ പ്രിന്ററാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈഫൈ ത്രൂ മൊബൈലിൽ നിന്നൊക്കെ പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ പ്രിന്ററിന്റെ വൈഫൈ ഓൺ ആണെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോകുന്ന സമയത്ത് ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രിന്ററിൻ്റെ പേര് കാണിക്കണം. അങ്ങനെ കാണിക്കുന്ന സമയത്ത് അത് കണക്ട് ചെയ്തിട്ട് ആപ്പ് വഴിയാണ് വൈഫൈ കൂടെ പ്രിന്റ് ചെയ്യൽ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൈഫൈയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിന്ററിൻ്റെ പേര് വരുന്നില്ല. ആ പേര് വന്ന് കണക്ട് ചെയ്താൽ മാത്രമേ അത് കണക്റ്റ് ആവുകയുള്ളൂ. അതിൻ്റെ അർത്ഥം പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ അല്ല എന്നുള്ളതാണ്. അതപ്പോൾ എനേബിൾ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, രണ്ട് ബട്ടൺ കാണാൻ സാധിക്കും. വൈഫൈ ആയി എന്നുള്ള രണ്ട് ബട്ടൺ, ആ രണ്ട് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യണം. കുറച്ച് നേരം പ്രസ് ചെയ്തുകൊണ്ട് ഇരിക്കണം, എങ്കിൽ മാത്രമേ അത് ഓൺ ആവുകയുള്ളൂ. കുറേ നേരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ലൈറ്റ് ഓണായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി ഫ്ലാഷ് ചെയ്ത് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അത് നമുക്ക് ആ മൊബൈലിൻ്റെ ഒരു വൈഫൈൻ്റെ ചിഹ്നം കണ്ടില്ലേ, അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കൈയെടുക്കണം. അതിന് മുമ്പ് ഒരിക്കലും കൈയെടുക്കാൻ പാടില്ല. ഈ ലൈറ്റ് ഓണായി ഇരിക്കുന്നതിന് മീൻസ് ആ പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെന്നുള്ളതാണ്. ഇനി നിങ്ങൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രിന്ററിൻ്റെ SSIDൻ്റെ പേര്, അതായത് പ്രിന്ററിൻ്റെ വൈഫൈയുടെ പേര് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ആപ്പ് വഴി നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.